ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നൂസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ 4 പീസ് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ 4 പീസ് ബ്രെഡ് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് കത്തി ഉപയോഗിച്ച് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് പൊടി കൂടി വേണം. അതിനുശേഷം നമുക്കിതിൽ 1 പീസ് ബ്രെഡ് എടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നേരെ നമ്മുടെ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രെഡ് പൊടി നമ്മുടെ ഈ ബ്രെഡിൽ നന്നായിട്ടൊന്ന് ആവുന്നവരെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 4 ബ്രെഡും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവാതെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് കൂടി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.